നമസ്കാരം. പ്രശസ്തമായിട്ടുള്ളൊരു ഹാർവാർഡ് സ്റ്റഡി ഉണ്ട്. ഇത് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ പഠനങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പഠന റിപ്പോർട്ട് കണക്കാക്കപ്പെടുന്നത്. ദൈർഘ്യമേറിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സമയമെടുത്ത് പ്രിപ്പയർ ചെയ്ത ഒരു റിപ്പോർട്ടാണത്. ഏകദേശം 80ഓളം വർഷം എടുത്തു ആ റിപ്പോർട്ട് പൂർത്തീകരിക്കാൻ. അതിൽ പങ്കെടുത്തത് 1000-ലധികം പേരാണ്. അങ്ങനെ ഏകദേശം അത്രയധികം ആളുകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചു. അതിൽ പങ്കെടുത്ത ആളുകൾ പല ക്ലാസിഫിക്കേഷനുള്ളവരാണ്. അതിൽ പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പ്രശസ്തരുണ്ട്, അപ്രശസ്തരുണ്ട്, പ്രതിഭകളുണ്ട്, സാധാരണക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെ വിവിധ തുറകളിലുള്ള 1000ഓളം പേരെ പല ഘട്ടങ്ങളിലായിട്ട് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. 80 വർഷം കഴിഞ്ഞ് ഈ റിപ്പോർട്ട് പുറത്തു വന്നു. ഈ റിപ്പോർട്ട് പൂർത്തിയാക്കുമ്പോൾ ആ റിപ്പോർട്ട് നേരെ സംഗ്രഹിച്ചത് ഒരൊറ്റ ചോദ്യത്തിലേക്കാണ്: വാട്ട് മേക്സ് എ പേഴ്സൺ ഹാപ്പി? എന്താണ് ഒരു വ്യക്തിയിൽ സന്തോഷം നിറയ്ക്കുന്നത്? ഇതായിരുന്നു ആ ചോദ്യം. ഒന്ന് മനസ്സിലാക്കണം, വളരെയധികം നാളുകളെടുത്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൻ്റെ അവസാനം വന്നെത്തിയ ചോദ്യം ശ്രദ്ധിക്കണം. എന്താണ് ഒരു വ്യക്തിയിൽ സന്തോഷം ഉണ്ടാക്കുന്നത്? എൻഡ് ഓഫ് ദി ഡേ നമുക്കെല്ലാം വേണ്ടത് സന്തോഷമാണ്. അതുതന്നെയാണ് ആ റിപ്പോർട്ടിൻ്റെ അവസാനത്തിലേക്ക് എത്തിയ ഒരു കൺക്ലൂഷൻ. എന്താണ് സന്തോഷം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയിൽ സന്തോഷം നിറയ്ക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരവും കണ്ടെത്തി. ആ ഉത്തരം പണമെന്നോ പ്രശസ്തിയെന്നോ പദവിയെന്നോ അല്ലെങ്കിൽ ഭൗതിക സുഖസൗകര്യങ്ങളെന്നോ ഒന്നുമായിരുന്നില്ല. ഊഷ്മളമായ ബന്ധങ്ങൾ, അതായിരുന്നു ആ ഉത്തരം. നല്ല ബന്ധങ്ങളാണ് ഒരു വ്യക്തിയിൽ സന്തോഷം നിറയ്ക്കുന്നത് എന്ന ഉത്തരത്തോടു കൂടി 80 വർഷം നീണ്ടുനിന്ന ആ റിപ്പോർട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കൺക്ലൂഡ് ചെയ്തു. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 80 വർഷം മുമ്പ് ഈ പഠന റിപ്പോർട്ട് തുടങ്ങുമ്പോൾ സന്തോഷം അനുഭവിച്ചിരുന്ന ആളുകളുടെ ശതമാനം 80 വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വല്ലാത്ത കുറവ് ആ ശതമാനത്തിലുണ്ടായി. സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ ശതമാനത്തിലുണ്ടാക്കുന്ന അമ്പരപ്പിക്കുന്ന കുറവായിരുന്നു. അതായത് ഊഷ്മളമായ ബന്ധങ്ങൾ കുറഞ്ഞു എന്നർത്ഥം. ഈ 60കളിലും 70കളിലും ഒക്കെ ജനിച്ച നമ്മളെപ്പോലുള്ളവർക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഊഷ്മളമായ ഒരു ബന്ധം നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇന്നുണ്ടോ? അതായത് നമ്മളന്ന് ഈ വേനലവധിക്കൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകും. അവിടെയൊക്കെ പോയി നമ്മൾ ആഴ്ചകളോളം നിൽക്കും. സമപ്രായക്കാരായ കുട്ടികൾ നമ്മുടെ വീടുകളിലേക്കും വരും. അപ്പോൾ അവിടെ നമ്മുടെ വീടുകളിലും നമ്മുടെ കസിൻസും വേറെ ആളുകളൊക്കെ ആയിട്ടുണ്ടാവും, വേറെ കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. അവരൊക്കെ ആയിട്ട് ഇടപഴകും. അപ്പോൾ നമുക്കൊരു വലിയൊരു ഒരു സുഹൃത്ത് വലയം തന്നെ ഉണ്ടായിരുന്നു. ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഊഷ്മളമായ ബന്ധങ്ങളാണ്. നമ്മുടെ കുട്ടികൾ വളരെ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളൊക്കെ അനുഭവിച്ചതിനേക്കാൾ സുഖസൗകര്യങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുണ്ട്, മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. അതോടൊപ്പം ഊഷ്മളമായ ബന്ധത്തിൻ്റെ ആ സുഖം കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പോഴും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. പണ്ടൊക്കെ നമ്മൾ മറ്റൊരു വീടുകളിലേക്ക് പോകുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ എത്ര പേര് നമ്മുടെ വീടുകളിൽ വന്ന് താമസിക്കുന്നുണ്ട്? നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ പോലും ഒരു രാത്രി നമ്മുടെ വീടുകളിൽ വന്നൊന്ന് തങ്ങി ഒന്ന് സംസാരിച്ച് പുറത്തൊക്കെ പോയി ഒരു സിനിമയ്ക്കൊക്കെ പോയി അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ ആസ്വദിച്ച് പോകുന്ന ഒരു കാലം നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന് പോയി കഴിഞ്ഞു. എത്ര പേരുണ്ട്? നമ്മൾ എത്ര വീടുകളിലേക്ക് പോകുന്നുണ്ട്? നമ്മൾ എന്തുകൊണ്ടാണ് പോകാത്തത്? നമ്മൾ ചെല്ലുന്ന വീടുകളിൽ ഒരു അസൗകര്യമാവും, ഒരു അസ്വസ്ഥത ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നൽ വരുന്നത്? മറ്റുള്ളവർ നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ്. അതാണ് പ്രശ്നം. ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്. ഊഷ്മളമായ ബന്ധം നമുക്കുണ്ടാവണമെന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം LP സ്കൂളിൽ എൻ്റെ ഒപ്പം പഠിച്ചിരുന്നൊരു സുഹൃത്ത് തന്നെ വിളിച്ചു. 45 വർഷം മുമ്പ് പഠിച്ചിരുന്ന ആളാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഇപ്പോൾ സംസാരിക്കുമ്പോൾ 45 വർഷം മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന ഓലമേഞ്ഞ പഴയ ആ LP സ്കൂളിലേക്ക് എത്താൻ എനിക്കൊരു നിമിഷാർത്ഥം പോലും വേണ്ടി വരുന്നില്ല. ഇതാണ് ആ ബന്ധത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധത്തിൻ്റെ പവർ എന്ന് പറയുന്നതാണ്. നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നതും ബന്ധങ്ങളുടെ ഈ ഊഷ്മളതയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വളരെ വർഷങ്ങൾ നീണ്ട ഈ പഠനത്തിനൊടുവിൽ കണ്ടെത്തിയ ഉത്തരവും അതുതന്നെയാണ്: ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാവണം എന്നാണ്. ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണത്തിനോ അല്ലെങ്കിൽ നമ്മൾ അതിരുകെട്ടി തിരിച്ചു വെച്ചിരിക്കുന്ന ഭൂമിക്കൊന്നും നമ്മളെ സഹായിക്കാനാവില്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മുടെ കുട്ടികളെയും അത് പ്രലോഭിപ്പിക്കുകയാണ്. ഇത് തന്നെ പറഞ്ഞിട്ട് നന്നായി പഠിച്ച് നന്നായി ജോലി ഉണ്ടാക്കണം, നല്ല ശമ്പളം വാങ്ങിക്കണം. അപ്പോൾ പണത്തിന് നമ്മൾ പോലും അറിയാതെ കുട്ടികൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യണം. പണം കൊണ്ട് എല്ലാം ആവുന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ കുട്ടികൾക്കുണ്ടാവുകയാണ്.
അതല്ല, പണത്തിനേക്കാൾ അപ്പുറത്താണ് ബന്ധങ്ങളുടെ ഊഷ്മളത തരുന്ന ശക്തി എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് നമുക്കൊരുപാട് നല്ല ഊഷ്മളമായ ബന്ധങ്ങളുണ്ടാവണം. ജീവിതം വലിയൊരു പ്രതിസന്ധിയാവുമ്പോൾ, അല്ലെങ്കിൽ ജീവിതം ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറുമ്പോൾ, നമുക്ക് വല്ലാത്ത വിഷമം വരുമ്പോൾ, നമുക്ക് വല്ലാത്ത സങ്കടം വരുമ്പോൾ, നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, 100-ലധികം പേരുള്ള നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് ഫോണിൽ, ആ കോൺടാക്റ്റ് ലിസ്റ്റിൽ കൂടി ഇങ്ങനെ കണ്ണുടയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു പേരിൽ നമ്മുടെ കണ്ണുടക്കുന്നുണ്ടോ? ആ പേരിലേക്കൊന്ന് വിളിച്ചാൽ നമുക്ക് ആശ്വാസം കിട്ടും എന്ന് നമുക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ആ പേരാണ് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം. അങ്ങനൊരു പേര് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ ഒരു പേരെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ചറിയണം, അത് നമ്മുടെ മാത്രം കുഴപ്പമാണ്. അതുകൊണ്ട് ഊഷ്മളമായ ബന്ധം നമുക്ക് ചുറ്റും ഉണ്ടാക്കണം. നമ്മുടെ കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കണം. ഊഷ്മളമായ ബന്ധത്തിന് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനാകൂ എന്നുള്ള തിരിച്ചറിവ് നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. താങ്ക് യു.